വിഷൻ ഇന്റർനാഷണൽ മിസ്റ്റർ റഫീഖ് അഹമ്മദ് ലീഡ് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വിഷൻ ഇന്റർനാഷണൽ മീഡിയ ആൻഡ് പ്രസൻറ്റേഷനാണ് ഇതിൽ മുഖ്യധാരയായിട്ട് നടക്കുന്നത്. ഇതൊരു ബിസിനസ്സിലേക്ക് വേണ്ടി മാത്രം തുറന്നുവിടുന്ന ഒരു വേദിയല്ല, ഒരു സാമൂഹ്യ നവോത്ഥാനം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി കൂടി ശ്രീ റഫീഖ് എടുക്കുന്നുണ്ട് എന്നെടുത്ത് പറയേണ്ടതുണ്ട്. Today Mr. Rafiq, he is from Kerala. Rafiq is also very active businessman here, and first time he organized this very nice program. And by routinely honoring exceptional individuals, let me tell you, you are reflecting the very consciousness of Bharat. Receiving an award on this dais is it's a recognition, and it will boost our confidence. മാധ്യമങ്ങൾ പവർഫുള്ളാണ്. അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ധർമ്മം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അധികാരത്തെ ചോദ്യം ചെയ്യുക, അധികാരത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാണിക്കുന്നത് റിയൽ ആണെന്നുള്ള കാര്യം, എന്താണ് സംഭവം റിയലാണ് കാണിക്കുന്നത് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു റിയാലിറ്റി ആണ് കാണിക്കുന്നത് ടി വിയിൽ? കേരളത്തിലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമല്ല. പിന്നെ ജനങ്ങളുടെ പക്ഷം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജനങ്ങളുടെ പക്ഷമല്ല എപ്പോഴും ശരി. ജോലിക്കാരെ വെച്ചൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നതെങ്കിൽ ഡോണ്ട് ഗോ. In business, likability is very important. People should like you. Then only they will give you business. ഇപ്പോഴും എന്നെ കൊണ്ടുവന്ന് കോൾ സെൻറ്ററിലിട്ട് അവിടെ വർക്ക് ചെയ്യും, മാർക്കറ്റിങ്ങിലിട്ട് അവിടെ വർക്ക് ചെയ്യും, ഓപ്പറേഷന് വേണ്ടി അവിടെയും വർക്ക് ചെയ്യും. Lieutenant Colonel Rishi Rajlakshmi is presenting a token of memento to the Master Vision International MD, M.M. Rafiq. മാസ്റ്റർ വിഷൻ അവാർഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അതിനർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേകതയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവാർഡിന് അർഹരായ പ്രതിഭകളെ, നാനാ തുറയിലുള്ള സേവന തൽപരരായിട്ടുള്ള തങ്ങളുടെ ജീവിതം കൊണ്ട് കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് റഫീഖ് സാർ തന്നതിൽ ആദ്യമായിട്ടല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സ്റ്റേജിൽ വരുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റിയത്, ഇപ്പോഴും അവസാനമായിട്ട് സ്റ്റേജിൽ കയറ്റുന്നത്. മാസ്റ്റർ ബിഷപ്പിൻ്റെ ഞങ്ങൾ 2014 ബിലായിൽ റഫീഖ് സാറും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും വന്നിരുന്നു. 2014 തുടങ്ങിയ ഒരു സൗഹൃദമാണ് അത് ഈ സ്റ്റേജിൽ വന്ന് എത്തി നിൽക്കുന്നു. മാസ്റ്റർ വിഷൻ്റെ റഫീഖ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അവാർഡ് തന്ന അദ്ദേഹം വളരെയധികം എന്നെ ബിസിനസ്സിൽ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഞാനിങ്ങനെ ടച്ച് ചെയ്യും, അത്രയേ ഉള്ളൂ, പേടിക്കണ്ട. ആ ടച്ച് ചെയ്യുന്നത് ഒരു ചെറിയൊരു മൈന്യൂട്ട് ടച്ച് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ പൊക്കുക. ക്ലോസ് യുവർ ഐസ്. ഓക്കെ, സ്ലോലി ഓപ്പൺ യുവർ ഐസ്. എന്താ സംഭവിച്ചതെന്നൊരു മുത്തശ്ശി കഥ പോലെ അവർ പറഞ്ഞു തരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്